എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 9-ാം തീയതി ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ 90% വോട്ടർമാരും തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു അവസരത്തിലെ തൃശ്ശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അവർക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ്. 3 മുന്നണികളുടെയും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള തൃശ്ശൂർ മണ്ഡലത്തിലെ പി ബാലചന്ദ്രൻ മത്സരത്തിൽ നിന്ന് ഒഴിവായപ്പോൾ അതിന് പകരം വന്നതാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. സാഹിത്യകാരനും എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ പഴയ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയം കിട്ടുമെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നഷ്ടപ്പെട്ട ഒരു മുൻതൂക്കം പ്രചാരണത്തിലൂടെ വീണ്ടെടുത്തുകൊണ്ടാണ് UDF തിരിച്ചു വരുന്നത്. അതിനുവേണ്ടി ശക്തനായിട്ടുള്ള ഒരു പോരാളിയെ പഴയ തൃശ്ശൂർ മുൻ മേയറായിട്ടുള്ള ശ്രീ രാജൻ ജെ പല്ലനെയാണ് അവർ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുള്ളത്. കോൺഗ്രസിനെ നഷ്ടപ്പെട്ടു പോയ കോർപ്പറേഷൻ ഭരണം തിരിച്ച് കിട്ടി എന്നുള്ളത് UDFന്റെ വലിയൊരു പ്ലസ് ആയിട്ടാണ് ഇപ്രാവശ്യം അവർ കാണുന്നത്. അതുമാത്രമല്ല 39 ഡിവിഷനിലെ 24 ഡിവിഷനുകളും ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇങ്ങനെയെല്ലാം ഈ ഒരു ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് UDFന് എന്തായാലും രാജൻ ജെ പല്ലന് വിജയം ഉറപ്പെന്നാണ് UDFകാർ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ UDFലെ ചെറിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട ശ്രീമതി പത്മജ വേണുഗോപാലാണ് NDAയുടെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവും പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങളും എല്ലാം തന്നെ പത്മജയെ കാക്കുമെന്നാണ് പത്മജയും NDAക്കാരും പ്രതീക്ഷിക്കുന്നത്. അടുത്തത് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒല്ലൂർ മണ്ഡലത്തിലേക്കാണ്. 1982 മുതലേ വിജയിക്കുന്ന മുന്നണികൾക്കൊപ്പം എന്നും നിലനിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് ഒല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത്. LDFന്റെ സിറ്റിംഗ് MLAയും മന്ത്രി കൂടിയായിട്ടുള്ള K രാജൻ തന്നെയാണ് 3-ാം തവണയും മത്സരത്തിനിറങ്ങുന്നത്. 10 കൊല്ലം കൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ K രാജൻ നടത്തിയ വികസനവും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തുള്ള സ്വാധീനവും എല്ലാം കൊണ്ടും തന്നെ അദ്ദേഹം വിജയിക്കുമെന്ന ഉറപ്പിലാണ് LDFകാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേരളം ഒട്ടുക്കെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയിലെ വിഷയം. തൻ്റെ നിയമ പോരാട്ടത്തിലൂടെ പാലിയേക്കര ടോൾ നിർത്തിവെച്ച ആൾ എന്ന ഖ്യാതിയിലാണ് UDFന്റെ സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് മുന്നോട്ട് വരുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസ്വല്പം വൈകിയെങ്കിലും തൻ്റെ പ്രചാരണത്തിലൂടെ LDFനൊപ്പം എത്തിച്ചേരാനായിട്ട് ഷാജി ജെ കോടങ്കണ്ടത്തിന് സാധിച്ചു. ഒല്ലൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിയമപരമായും അല്ലാതെയും ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ തൻ്റെ വിജയം ഉറപ്പ് എന്നാണ് UDFനോടൊപ്പം ഷാജി ജെ കോടങ്കണ്ടത്തും പ്രതീക്ഷിക്കുന്നത്. തൻ്റെ മണ്ഡലത്തിലെ ആളുകൾ സുരേഷ് ഗോപിക്ക് നൽകിയ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം തനിക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് മത്സരത്തിനിറങ്ങുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിലേക്കാണ്. UDFന്റെ കോട്ട എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലം കുറേ നാളുകളായി ഭരിക്കുന്നത് LDF ആണ്. LDFന്റെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി തന്നെയാണ് ഇപ്രാവശ്യവും LDFന് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. താൻ 5 വർഷത്തോളം തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിജയം ഉറപ്പ് എന്ന് വിശ്വസിച്ചു പോകുന്നത്. എന്നാൽ വടക്കാഞ്ചേരിക്ക് ചെറുപ്പം എന്ന വാക്യത്തോടു കൂടി തൃശ്ശൂർ ജില്ലയിലെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്ന ഖ്യാതിയോടും കൂടിയാണ് PN വൈശാഖൻ UDFന് വേണ്ടി മത്സരിക്കുന്നത്. തൻ്റെ മണ്ഡലത്തിൽ യുവാക്കൾക്കിടയിലും യുവാവ് എന്ന പരിഗണനയിൽ ലഭിക്കുന്ന വോട്ടുകൾ കൊണ്ട് താൻ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹവും മുന്നോട്ട് പോകുന്നത്. എന്നാൽ 3-ാം വർഷവും NDAക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത് ശ്രീ ഉല്ലാസ് ബാബുവാണ്. 2016 നേടിയതിനേക്കാളും വോട്ടുകൾ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം നേടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടുകൾ ലഭിച്ചു എന്നുള്ള പ്രതീക്ഷ തൻ്റെ വിജയത്തിന് ഊന്നൽ നൽകുന്നു എന്നാണ് ശ്രീ ഉല്ലാസ് ബാബു വിചാരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും തോൽക്കില്ല എന്ന് LDFകാർ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നംകുളം എന്ന് പറയുന്നത്. കുന്നംകുളത്തിലെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള ശ്രീ AC മൊയ്തീൻ തന്നെയാണ് ഇപ്രാവശ്യവും മത്സരത്തിനായി ഇറങ്ങുന്നത്. 10 വർഷം AC മൊയ്തീൻ തൻ്റെ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ട് തൻ്റെ വിജയം 100% ഉറപ്പാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ഒത്തുപിടിച്ചാൽ കുന്നംകുളവും ഇങ്ങ് പോരും എന്ന് ഉറച്ചു വിശ്വസിച്ചാണ് PT അജയ് മോഹനെ UDF മത്സരത്തിനിറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവും ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാനുമായിട്ടുള്ള PT മോഹനകൃഷ്ണന്റെ മണ്ഡലത്തിലുള്ള സ്വാധീനവും ജനഹൃദയങ്ങളിലെ സ്വാധീനവും തന്നെ വിജയിപ്പിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് UDF മുന്നോട്ടിറങ്ങുന്നത്. NDAയിൽ BDJS മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നംകുളം എന്ന് പറയുന്നത്. BDJS തൃശ്ശൂർ ജില്ല നോർത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ KR റിജിലാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്.
ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച 30,000 വോട്ടുകൾ തന്നെ ഇപ്രാവശ്യം രക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് KR റജിൽ മുന്നോട്ട് പോകുന്നത്. അടുത്തായി നമ്മൾ കടന്നു ചെല്ലുന്നത് എൻ്റെ മണ്ഡലം കൂടിയായിട്ടുള്ള ഗുരുവായൂർ മണ്ഡലത്തിലേക്കാണ്. ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ പേര് കേട്ട് ഒപ്പം തന്നെ ഗുരുവായൂർ അമ്പലത്തിനും അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. LDFിൻ്റെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള ശ്രീ NK അക്ബർ തന്നെയാണ് ഇപ്രാവശ്യവും സ്ഥാനാർത്ഥി. തൻ്റെ മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ അടിസ്ഥാന വികസനങ്ങളിലൂടെ തൻ്റെ വിജയം ഉറപ്പാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അക്ബർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ UDF മുന്നോട്ടിറക്കുന്നത് മുസ്ലിം ലീഗിലെ CH റഷീദിനെയാണ്. 2006-ൽ UDFിൻ്റെ കയ്യിൽ നിന്ന് മണ്ഡലം കൈവിട്ടു പോകുമ്പോൾ CH റഷീദ് തന്നെയായിരുന്നു അന്നും സ്ഥാനാർത്ഥി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലീഡ് തനിക്ക് ഇപ്രാവശ്യം ഗുണകരമാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് CH റഷീദ് മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരായിട്ടുള്ള 2 മത്സരാർത്ഥികളെ UDFും LDFും മുന്നോട്ട് ഇറക്കിയപ്പോൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനാണ് NDAക്ക് വേണ്ടി ഗുരുവായൂർ മത്സരിക്കുന്നത്. വിവാദങ്ങളൊന്നും തന്നെ തനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ട് 100% വിജയം ഉറപ്പ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് CPIയിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ്റെ BJPയിലേക്കുള്ള സ്ഥാനാർത്ഥി മാറ്റത്തോടെ കേരളം ഒട്ടയ്ക്ക് ശ്രദ്ധ നേടിയ നാട്ടിക മണ്ഡലത്തിലേക്കാണ്. മണ്ഡലത്തിലെ വളരെ പരിചിത മുഖമായിട്ടുള്ള CC മുകുന്ദൻ്റെ വരവോടുകൂടി BJPയുടെ വിജയം വളരെ ഈസി ആണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. എന്നാൽ LDFിലെ വോട്ടുകൾ ചോരില്ലെന്നും 2011-ലും 2016-ലും നേടിയ വിജയം ആവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് ശ്രീമതി ഗീതാ ഗോപി LDF സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വരുന്നത്. എന്നാൽ CC മുകുന്ദൻ്റെ മാറ്റത്തോടെ LDF വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് 2021-ലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ ഇപ്രാവശ്യവും മത്സരത്തിനിറങ്ങുന്നത്. ഇങ്ങനെ ഒരു വേറിട്ട ത്രികോണ മത്സരമാണ് നാട്ടിക മണ്ഡലത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു ചെല്ലുന്നത്. MLAയും മന്ത്രിയും കൂടിയായിട്ടുള്ള R ബിന്ദുവാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. തൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നിൽ വെച്ചുകൊണ്ടാണ് R ബിന്ദു ഇപ്രാവശ്യവും ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ LDF മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ ഹാട്രിക് വിജയം നേടിയിട്ടുള്ള ശ്രീ തോമസ് ഉണ്ണിയാടനാണ് UDFിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. താൻ തുടക്കമിട്ട പല പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ LDF എടുത്ത് ചെയ്യുന്നത് എന്ന അവകാശവാദവുമായി തൻ്റെ വിജയം എന്ന് ഉറച്ചു വിശ്വസിച്ചാണ് UDFും ശ്രീ തോമസ് ഉണ്ണിയാടനും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം വികസന ഗ്യാരണ്ടിയും കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്തോഷ് ചെറാകുളം മുന്നോട്ടിറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തൻ്റെ മണ്ഡലത്തിൽ എത്തിക്കാൻ പോകുന്ന പല പ്രവർത്തനങ്ങളും ഊന്നി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ശ്രീ സന്തോഷ് ചെറാകുളം മുന്നോട്ട് പോകുന്നത്. അടുത്തതായി യുവത്വത്തിലൂടെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. LDFിൻ്റെ സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള VR സുനിൽകുമാറാണ് ഇപ്രാവശ്യവും LDFിന് വേണ്ടി മത്സരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങളും താൻ മണ്ഡലത്തിൽ നേടിയെടുത്തിട്ടുള്ള സ്വാധീനവും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും എല്ലാം മുന്നിട്ടിറക്കിക്കൊണ്ടാണ് VR സുനിൽകുമാർ ഇപ്രാവശ്യവും മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്ന വാക്യം ഊന്നിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. പുതിയ വികസന പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് യുവത്വമാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടത് എന്ന ആപ്തവാക്യവും പറഞ്ഞുകൊണ്ടാണ് OJ ജനീഷ് മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ കൊടുങ്ങല്ലൂരിന് ഇതുവരെ പരിചയമില്ലാത്ത പുതിയ രീതികളിലൂടെയുള്ള രാഷ്ട്രീയ പ്രചാരണവും മറ്റും മുന്നോട്ട് ഇറക്കിക്കൊണ്ടാണ് 2020-ക്ക് വേണ്ടി NDA സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരുമകനും കൂടിയായിട്ടുള്ള അദ്ദേഹം പുതിയൊരു രീതിയിലുള്ള വികസനം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് 3 സ്ഥാനാർത്ഥികളുടെയും കന്നി അംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന കയ്പമംഗലം മണ്ഡലത്തിലേക്കാണ്. LDFിന് വേണ്ടി KK വത്സരാജും UDFിന് വേണ്ടി TM നാസറും NDAക്ക് വേണ്ടി അതുല്യഘോഷുമാണ് ഇവിടെ മത്സരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷത്തെ വികസനങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി KK വത്സരാജ് പ്രചരണത്തിനിറങ്ങുന്നത്. എന്നാൽ 10 വർഷങ്ങളെല്ലാം തന്നെ അധപതിച്ചതാണെന്നും പുതിയ മാറ്റം വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി TM നാസർ പ്രചരണത്തിനിറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കയ്പമംഗലം മണ്ഡലത്തിൽ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി അതുല്യഘോഷ് പ്രചാരണത്തിനിറങ്ങുന്നത്. 1.5 വർഷത്തിനിടെ അടുത്തൊരു ഇലക്ഷൻ നടക്കുന്ന ചേലക്കര മണ്ഡലത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായി കടന്നു ചെല്ലുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച UR പ്രദീപ് തന്നെയാണ് ഇപ്രാവശ്യവും LDFിൻ്റെ സ്ഥാനാർത്ഥി. 30 വർഷമായി LDF ആണ് ചേലക്കരയിൽ നിന്ന് വിജയിക്കുന്നത്. UR പ്രദീപിന് ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള താല്പര്യവും മറ്റും ഇപ്രാവശ്യം LDFിൻ്റെ വിജയം 100% ഉറപ്പെന്നാണ് അവർ വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ UDFിൽ നിന്നും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതാവും യുവാവും കൂടിയായിട്ടുള്ള ശിവൻ വീട്ടിക്കുന്നാണ് ഇപ്രാവശ്യം UDFിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് ഉപതിരഞ്ഞെടുപ്പിൽ 12,000 ആക്കി കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് UDFന്റെ ഇപ്രാവശ്യത്തെ ഒരു ശുഭാപ്തി വിശ്വാസം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000 വോട്ടുകൾ നേടി എന്നത് ഉപതെരഞ്ഞെടുപ്പിൽ 33,000 ആക്കി ഉയർത്തി എന്നുള്ള ഖ്യാതിയോടുകൂടിയാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള K ബാലകൃഷ്ണൻ മത്സരത്തിന് ഇറങ്ങുന്നത്. ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു മത്സരമാണ് ചേലക്കരയിൽ നമ്മൾ ഇപ്രാവശ്യം കാണാൻ പോകുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ്. UDFന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫ് MLA ആണ് ഇപ്രാവശ്യവും UDFന് വേണ്ടി മത്സരിക്കുന്നത്. 5 വർഷം തൻ്റെ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വരെ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു എന്നുള്ള ആത്മവിശ്വാസം തൻ്റെ വിജയത്തിന് ഊന്നൽ നൽകുന്നുവെന്നാണ് UDFക്കാർ വിശ്വസിക്കുന്നത്. എന്നാൽ 5 വർഷമായി മണ്ഡലത്തിൽ നടന്നതെല്ലാം മുരടിപ്പാണെന്നും യാതൊരു തരത്തിലുള്ള വികസനങ്ങളും നടന്നിട്ടില്ല എന്ന വാദവുമായാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു ചിറയത്ത് മുന്നോട്ട് വരുന്നത്. വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ വിജയം ഉറപ്പു നൽകുന്നുവെന്നും LDF സ്ഥാനാർത്ഥി ബിജു ചിറയത്ത് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രചരണ രീതികളിലൂടെ മുന്നോട്ട് വരികയാണ് 2020 NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാർലി പോൾ. അദ്ദേഹം ഒരു ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയാണ്. 2020 ഇഷ്ടപ്പെടുന്നവരും BJPയിലേക്ക് ലഭിക്കുന്ന വോട്ടുകളും വഴി താൻ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ചാർലി പോൾ മുന്നോട്ട് വരുന്നത്. അടുത്തതായി തോട്ടം, ഓട്, ടെക്സ്റ്റൈൽ മേഖലകളിൽ വികസനം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാണോ ആ മുന്നണിയായിരിക്കും ഇപ്രാവശ്യം ഭരിക്കുക എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് പുതുക്കാട് മണ്ഡലം മുന്നോട്ട് വരുന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള KK രാമചന്ദ്രൻ തന്നെയാണ് ഇപ്രാവശ്യവും മത്സരം. താൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് LDFകാർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പുതുക്കാട് നടന്നിട്ടുള്ള വലിയ വികസനങ്ങളെല്ലാം തന്നെ വികസന മുരടിപ്പുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിന്റെ വലിയ മുൻതൂക്കവും കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയും പറഞ്ഞുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിൽ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നവർക്ക് വോട്ട് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതുക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ ഇപ്രാവശ്യവും നേരിടാനായി കാത്തിരിക്കുന്നത്. ഇനി അവസാനമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2.22 ലക്ഷം വോട്ടർമാരുള്ള മണലൂർ നിയോജക മണ്ഡലത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. 10 വർഷമായി കൈവശമുള്ള മണ്ഡലം കൈവിടാതിരിക്കാനായി CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള C രവീന്ദ്രനാഥിനെയാണ് LDF കളത്തിലിറക്കുന്നത്. എന്നാൽ AICC സെക്രട്ടറിയും തൃശ്ശൂരിൽ നിന്നുള്ള മുൻ MP-യുമായിട്ടുള്ള ശ്രീ TN പ്രതാപനിലൂടെ കൈവിട്ട വോട്ടയെ തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF കളത്തിലിറങ്ങുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 60,000-ലധികം വോട്ടുകളുടെ പിൻബലത്തിൽ ഇപ്രാവശ്യം മണ്ഡലത്തിൽ പുതിയ മാറ്റങ്ങൾ ഉറച്ചു വിശ്വസിച്ചാണ് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന ഉപാധ്യക്ഷനും മുൻ ജില്ലാ പ്രസിഡന്റും കൂടിയായിട്ടുള്ള KK അനീഷ് കുമാർ മത്സരത്തിനിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു വിധിയെഴുത്ത് തന്നെയാണ്. നമ്മുടെ മണ്ഡലത്തിനെയും നമ്മുടെ സംസ്ഥാനത്തെയും വികസന പാതയിലൂടെ നയിച്ചു മറ്റുള്ളവരെ മുന്നിൽ മാതൃകയാവാൻ വിജയിക്കുന്ന മുന്നണികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.